വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് വന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എങ്ങോട്ടാടാ യാത്ര? ഗൈസ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് പാഞ്ചാലി മേട്ടിലാണ്. ഗൈസ് പാഞ്ചാലി മേട്ടിൽ അപ്പം പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടെ തൊട്ട് താഴെയായിട്ട് ഒരു വ്യൂ കണ്ടു. അപ്പോൾ ആ വ്യൂ കാണാനായിട്ട് ഞങ്ങളിവിടെ വണ്ടി നിർത്തി. എന്നാൽ പിന്നെ ഇവിടെ നിന്നാട്ടെ ഇതിൻ്റെ ഇൻട്രോ വീഡിയോ ഒന്ന് ആലോചിച്ച് ഞങ്ങൾ കണ്ട് ഇവിടെ നിന്ന് ഇൻട്രോ വീഡിയോ ചെയ്യുകയാണ്. സൂപ്പറാണ്. ആകാശത്താണെങ്കിൽ കാർമേഘമൊക്കെ കയറി കിടപ്പുണ്ട്. അപ്പം താഴെയൊക്കെ ആണെങ്കിൽ അതിന്റെ നിഴലൊക്കെ അടിച്ച് കുറേ സ്ഥലം ഇതിനകത്ത് തണലൊക്കെ ആയി കിടക്കും. അങ്ങ് ഒരുപാട് ദൂരെ കാണാനൊക്കെ മുണ്ടക്കയ ഭാഗം കണ്ടാണ് തോന്നുന്നത്. ആക്ച്വലി നിങ്ങൾ കയറി പോവുകയാണെങ്കിൽ പാഞ്ചാലമേട്ടിലേക്ക് കയറി പോകുന്നതിന്റെ റൈറ്റ് സൈഡിലാണ് ഈ ഒരു വ്യൂ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കയറി ചെല്ലുന്ന ആ തുടക്കം തന്നെ അറിയാൻ പറ്റും. ഇറങ്ങി കണ്ടിട്ട് പോകാം കേട്ടോ. അപ്പം വ്യൂ ഒക്കെ ഒന്ന് നമ്മുടെ പ്രഷർ കാണിച്ചു നോക്ക്. ബാക്കി കാണുന്നതാണ് നമ്മുടെ വൈബ് വ്യൂ. ബാക്കി കാണുന്നതാണ് നമ്മുടെ ആ ഒരു വ്യൂ എന്നുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഗൈസ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തുടക്കം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ. ഓക്കെ ഗൈസ്, നമ്മുടെ ഷൈൻകൂട്ടനെ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഗൈസ്. കോട്ടയം ഭാഗത്തു നിന്നും വരുന്നവരാണെങ്കിൽ മുറിഞ്ഞപുഴയിലെത്തി അവിടെ നിന്നും 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ അതിമനോഹരമായ നമ്മുടെ പാഞ്ചാലിമേട്ടിൽ എത്തിച്ചേരാം. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6:30 വരെയാണ് ഈ ഒരു വ്യൂ പോയിന്റിലേക്കുള്ള പ്രവേശന സമയം. ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഇവിടെ വന്ന് പോകാൻ ശ്രദ്ധിക്കുക. ഇവിടുത്തെ ക്ഷേത്രത്തിൽ വരുന്നവരാരും തന്നെ പാസ് എടുക്കണ്ടെന്ന് അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കയറുന്നിടത്ത് തന്നെ ഒരു അടിപൊളി വ്യൂ ഉണ്ട്. ഇല്ലിക്കാടുകളൊക്കെ കൂട്ടത്തോടെ നിൽക്കുന്ന കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയല്ലേ. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വലിച്ചെറിയുന്ന മാലിന്യം മറ്റൊരാൾ വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് പ്രയോജനം എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഒരു ബക്കറ്റ് പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് മാലിന്യങ്ങളൊക്കെ ഇടാം. അതുപോലെ കുറേ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ നമ്മൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ പാഞ്ചാലിമേടിൻ്റെ മെയിൻ വ്യൂവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാഞ്ചാലിമേട് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഈ കവാടത്തിൻ്റെ മുന്നിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ പാസ് എടുക്കുന്ന കൗണ്ടറിനെ ലക്ഷ്യമാക്കി നടന്നു. അവിടെ ചെന്ന് പാസ്സൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ മേളോട്ട് പതുക്കെ നടക്കാൻ തുടങ്ങി. നല്ല വ്യൂ ആണ് മേളോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇങ്ങോട്ട് കയറുന്നിടത്ത് തന്നെ ഒരു ആനയുടെ തുമ്പിക്കയിൽ നിന്നും വെള്ളം വീഴുന്ന ഒരു സെറ്റപ്പിൽ ഒരു പ്രതിമയുണ്ട്, ആനയുടെ ഒരു പ്രതിമ. അപ്പോൾ അതിന് മുന്നിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പോൾ കോസ്മോസ് അണ്ണൻ കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട്. സിംഗിൾസിനും കപ്പിൾസിനും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടും കൂടിയാണ് നമ്മുടെ പാഞ്ചാലിമേട്. ഇവിടെ സഞ്ചാരികളെ കൂടുതലായും ആകർഷിക്കുന്നത് ഈ മലമുകളിൽ നിന്നും കിട്ടുന്ന വ്യൂ തന്നെയാണ്. ദിനവും ഒരുപാട് വിനോദസഞ്ചാരികൾ ഈ വ്യൂ പോയിന്റിൽ വന്നു പോകാറുണ്ട്. ഗായ്സ്, അപ്പോൾ നമ്മൾ മലകയറ്റം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോസ്മോസ് ആണ് എന്താണ്ട ഇവിടെ നിൽപ്പുണ്ട്. കോസ്മോസിൻ്റെ ഫോട്ടോഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അവൻ എത്ര ഫോട്ടോ എടുത്താലും മതിയാകത്തില്ലാത്ത ഒരു ക്യാരക്ടറാണ്. പോരെ ഇങ്ങനെ അവൻ ഈ ചാരുകസേരയിൽ നിന്നൊരു 2 ഫോട്ടോ എടുത്തിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് മേളോട്ട് നടക്കാം അല്ലേ. ഇതാണ് പാഞ്ചാലിമേട്ടിലെ കാഴ്ചകൾ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിമനോഹരമായ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേടാ. ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മുടെ കോസ്മോസ് അണ്ണൻ പറയുന്നതായിരിക്കും. പാഞ്ചാലിമേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോ പുരാണമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ്. നമ്മുടെ പാണ്ഡവരുടെ വനവാസ കാലത്ത് അവരിവിടെ വന്നിട്ടുണ്ടെന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു ബാക്കിൻ്റെ ഉള്ള ഐതിഹ്യം. അപ്പം ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ കൂടുതലും ഈ വീഡിയോയ്ക്ക് അത് പറയും. അപ്പോൾ അതൊക്കെ നിങ്ങൾ മുമ്പോട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ വളരെ നല്ല രസമുള്ള സ്ഥലമാണ്. അതെ, ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ മുകളിൽ ക്ലൗഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തണലാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നല്ല കാറ്റുണ്ട്. അപ്പം ഈ വഴിയും കാര്യങ്ങളും ഇവിടെ വരാനൊക്കെ നല്ല രസമാണ്.
അപ്പോൾ എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക, ജീവിതം അടിച്ചു പൊളിക്കുക. അതെ 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 അതെ. അപ്പോൾ video and enjoy this video and കാണുന്ന കുഞ്ഞുങ്ങളാരെങ്കിലും like the video, subscribe the video and share it with your friends. Enjoy guys. Vibe out. Life is nothing but celebration of moments. ഗായ്സ്, നമ്മളങ്ങനെ പാഞ്ചാലിമേടിലെ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലൊക്കെ ഉണ്ട്, അതുപോലെ നല്ല വെയിലുണ്ട്. നമ്മുടെ കോസ്മാസണ്ണനൊന്നും കഴിക്കാത്തതുകൊണ്ട് അവന് നല്ല വിശപ്പുമുണ്ട്. എന്ത് ചെയ്യാനാ, നമ്മൾ രാവിലെ കയറിയ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്തുള്ള കടയായിരുന്നു. പിന്നെ കോസ്മാസണ്ണൻ രാവിലെ തൊട്ട് പട്ടിണിയാണ്. ഇപ്പോൾ സമയം എത്രയായെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവൻ നിരാഹാരത്തിലിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായി. പാണ്ഡവർ ഇവിടെ നിന്നും മടങ്ങുന്നതിന് മുമ്പ് അവർ ആരാധിച്ചിരുന്ന ദുർഗാദേവിയുടെ വിഗ്രഹം ഇവിടുത്തെ മലയരയന്മാർക്ക് നൽകി. എന്നും അതിനെ ആരാധിക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു അത്രേ. അവർ തങ്ങളുടേതായ രീതിയിൽ ആ വിഗ്രഹത്തെ ആരാധിക്കുകയും അത് പിന്നീട് ദോഷമായി ഭവിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. പിന്നീട് ഇവിടെ പൂജയും കാര്യങ്ങളുമൊക്കെ നടക്കാതെ വന്നപ്പോൾ ഇവിടുത്തെ ദേവി ചെറുവള്ളികളിലാടി. ഇപ്പോഴത്തെ ക്ഷേത്രമായ വള്ളിയാങ്കാവ് ദേവീ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വന്നിരുന്നു എന്നാണ് വിശ്വാസം. ഒരു ദിവസം നമ്മൾ വള്ളിയാങ്കാവ് ദേവീ ക്ഷേത്രവും അവിടുത്തെ കാഴ്ചകളുമൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂ ഒരു രക്ഷയുമില്ലാത്ത വ്യൂ ആണ്. ചുറ്റും ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. മഞ്ഞൊക്കെ ഉള്ളപ്പോൾ ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത കാഴ്ചകൾ തന്നെയാണ്. പുറകിൽ കാണുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രം. പിന്നെ നമ്മുടെ പുറകെ തന്നെയാണ് ആ മലയും കുരിശുമലയും. ഇവിടുന്ന് കുറച്ചങ്ങ് നടക്കണം. നമ്മുടെ കോസ്മാസണ്ണൻ ഇന്ന് തീരെ മടിയാണ്, അതുകൊണ്ട് നമ്മൾ മല കയറാൻ പോകുന്നില്ല. നമ്മളിവിടുന്ന് കൊണ്ട് നമ്മളിവിടുന്ന് തിരിച്ചു പോവുകയാണ്. അവൻ പട്ടിണിയാണെന്നാണ് പറയുന്നത്. കയറ്റം കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് മല കയറാൻ പറ്റിയില്ല. സാരമില്ല, നമുക്ക്
അടുത്ത ഒരു പ്രാവശ്യം വരുമ്പം മല കയറാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുപോലെയുള്ള നല്ല നല്ല കാഴ്ചകൾ തേടി ഞങ്ങൾക്ക് പോകാൻ തോന്നിക്കുന്ന ഒരു ഇത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗൈസ് 350 രൂപ കൊടുത്ത് നിങ്ങൾക്ക് സിപ്പ് ലൈനിൽ കയറി വൈബ് അടിച്ച് മണ്ടേന്നൊരു ഹൈറ്റിൽ നിന്ന് ഒരു കുഴിയിലേക്ക് നിങ്ങൾക്ക് പോവാം. ആ പോക്ക് വളരെ വൈബായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്കും ആ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും സിപ്പ് ലൈനിൽ കയറാവുന്നതാണ് ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ യാത്ര തിരിക്കുകയാണ്, നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ.